വണ്ടിക്ക് കറണ്ട് കൊടുക്കാൻ മാത്രമല്ല ശേഷി ഇതിന്. അതായത് ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുത്ത് ഈ ജനറേറ്റർ ഒരു മോട്ടറായിട്ട് പ്രവർത്തിച്ചിട്ട് അതേ നമ്മുടെ ഒരു നേരത്തിലിപ്പോൾ സ്കൂട്ടർ ആവശ്യമൊന്നുമല്ല, അത്യാവശ്യമാണ്. അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയും പോകുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ കൊച്ചിനെ ഉണ്ടാകാനൊക്കെ പോകുമ്പോൾ അവിടെ പാർക്കിംഗ് കണ്ടാൽ കിളി പോവും. അത്രമാത്രം വണ്ടികളാണ്. ഇതുകൊണ്ട് നിർത്താൻ സ്ഥലം ഉണ്ടാവില്ല. നോ പാർക്കിംഗ് ബോർഡുകൾ എമ്പാടും കൊണ്ട് നിർത്തിയാൽ തന്നെ ട്രാഫിക് പോലീസ് ഒന്ന് മാറ്റാൻ പറയും. ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ എനിക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്കൂട്ടർ അങ്ങ് വാങ്ങാം. ആ സ്കൂട്ടർ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹോണ്ട ആക്റ്റീവ അല്ലെങ്കിൽ ഹീറോയുടെ ഡെസ്റ്റിനി അങ്ങനെയുള്ള കുറച്ച് സ്കൂട്ടർ ഓടിച്ച് നോക്കി. ഐക്യൂ പോലുള്ള ഇലക്ട്രിക് സ്കൂട്ടർ ഓടിച്ച് നോക്കി. ആ സമയത്താണ് എനിക്ക് ജൂപ്പിറ്റർ കൈ കിട്ടുന്നത്. ജൂപ്പിറ്റർ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ടി വി എസിൻ്റെ ലോങ് ടൈമറാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ വണ്ടി ഓടിക്കാം. അങ്ങനെ ഓടിച്ചപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഉണ്ടെന്ന് തോന്നി. അതായത് ഈ വണ്ടിക്ക് കിക്കിറില്ല, പിന്നെ ഇതിൻ്റെ ടെക്നോളജിക്കലി വണ്ടി കുറച്ച് ഇമ്പ്രൂവ്ഡ് ആണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു പ്രൈസും 80,000 രൂപ താഴെ എക്സ്ഷോറൂം പ്രൈസ് കിട്ടുന്ന ബേസ് മോഡലുള്ള ജൂപ്പിറ്ററിന് കാഴ്ചയ്ക്ക് അഴകും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം. അതായത് ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തല്ലോ, അപ്പോൾ യൂസ് ചെയ്ത കാര്യം പറഞ്ഞാലേ നിങ്ങൾക്ക് ഇത് മേടിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വരൂ, വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ജൂപ്പിറ്ററിൻ്റെ ആ ഒരു ലോങ് ടൈം വീഡിയോ അങ്ങ് പറഞ്ഞു തീർക്കാം. 113 cc ആണ് ഈ ജൂപ്പിറ്റർ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ടി വി എസിൻ്റെ ട്രാക്കിൽ പോയിട്ട് ഓടിച്ചിട്ടുള്ള വണ്ടിയാണ് അവർ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ. അപ്പോൾ ആദ്യത്തെ ഹൈബ്രിഡ് സ്കൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കിട്ടുന്നുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനകത്ത് കിക്കറിൻ്റെ സ്ഥാനത്തൊരു ഡമ്മി മാത്രമാണ്. പകരം ഈ വണ്ടിക്ക് കിക്കറില്ല. കിക്കർ മാത്രമല്ല, അതിനകത്ത് സെൽഫ് മോട്ടറും ഇല്ല. നിങ്ങൾക്കറിയാലോ സാധാരണ സ്കൂട്ടറുകൾ അല്ലെങ്കിൽ കാറുകളൊക്കെ തന്നെ എങ്ങനെയാണ്, ബാറ്ററി ഒന്ന് മാക്സിമം ജ്യൂസ് വലിച്ചെടുത്തിട്ട് സെൽഫ് മോട്ടർ ആ ഒരു മാരക പവർ കൊടുത്തിട്ട് മോൺസ്റ്ററാണ് സെൽഫ് മോട്ടർ. ആ മോട്ടർ എന്ന് പറയുന്നത് ശരിക്കും വണ്ടിയെ കറക്കി, വണ്ടി ഫ്ലൈ വീലിനെ കറക്കി വണ്ടി സ്റ്റാർട്ടാക്കുക ചെയ്യാം. ഇത് തീർത്തും വ്യത്യാസമാണ്. അത് അങ്ങനെ നല്ല പരിപാടി. അപ്പോൾ ആ കാര്യം പറയാം. പിന്നെ ഇൻ്റലിഗോ എന്ന് പറയുന്ന ഫീച്ചറിൻ്റെ കൂടെ ഇൻ്റലിഗോ അസിസ്റ്റ് എന്ന് പറയുന്ന ഫീച്ചർ കൂടിയുണ്ട്. അപ്പോൾ ബാറ്ററിക്ക് അങ്ങോട്ട് പവർ കൊടുത്തിട്ട് നമ്മൾ ചാർജ് വെച്ചിട്ട് സെൽഫ് അടിക്കുമ്പോൾ മാത്രം ഊറ്റിയെടുക്കുന്ന പവറിൻ്റെ കാര്യത്തിൽ ഒരിത്തിരി വ്യത്യാസം സ്കൂട്ടറിനുണ്ട്. ഇത് അങ്ങനെയല്ല പവർ എടുക്കുന്നത്, അത് പറയാനുണ്ട്. മാത്രമല്ല കുറച്ച് നെഗറ്റീവ്സും പറയാനുണ്ട്, കുറച്ച് പോസിറ്റീവ്സും പറയാനുണ്ട്. ആദ്യം ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറയാം. എനിക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ബൈക്കിൽ ഉണ്ടാകാറുണ്ട് അതിനെ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹെൽമെറ്റുകൾ എവിടെ വെക്കുമെന്നുള്ള. ഞാൻ സാധാരണ 2 കണ്ണാടി ഹെൽമെറ്റ് തൂക്കിയിട്ട് അവനെ കൊണ്ട് ക്ലാസ്സിലേക്ക് വരും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കൊച്ചിയിൽ അങ്ങനെ ഹെൽമെറ്റൊന്നും അങ്ങനെ ആരും അടിച്ചുകൊണ്ട് പോകുന്നു തോന്നുന്നില്ല നമ്മുടെ ഈ ഒരു പരിസരത്ത്. പക്ഷേ പലയിടത്തും അത് അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കടയിൽ പോകുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് തൂക്കിയിട്ട് പോകണം, സിനിമയ്ക്ക് പോകുമ്പോൾ നമ്മളിത് കൈ പിടിച്ച് പോകണം, കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊന്നും ഈ വണ്ടിയിൽ വേണ്ട. കാരണം ഇതിൻ്റെ സീറ്റിനടിയിൽ 2 ഹെൽമെറ്റുകൾ തീർച്ചയായും വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആ ഒരു കാര്യം ആദ്യം കാണിക്കാം. വന്നേ, ഇത് 2 ഹാഫ് ഫേസ് ഹെൽമെറ്റാണ്. പക്ഷേ ഇതിനകത്ത് ഒരു ഫുൾ ഫേസും ഒരു ഹാഫ് ഫേസും വെച്ചാലും കുഴപ്പമില്ല. പിന്നെയും കുറച്ച് സ്ഥലമുണ്ട്. ഇവിടുത്തെ ആ ഒരു ക്ലെവറായിട്ടുള്ള ഒരു സിസ്റ്റമൊക്കെ കൊള്ളാം. ഈ സംഗതി ഒത്തിരി ഫ്ലിംസി ആയിട്ട് തോന്നി, പക്ഷേ പൊട്ടൊന്നുമില്ല. ഇതാണ് ലോക്കിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം അതിൻ്റെ ഫ്യൂൾ ടാങ്ക്, അതുകൊണ്ടാണ് ഇത്രയും സ്ഥലം എന്നുള്ളതാണ്. ഈ ജൂപ്പിറ്ററിൻ്റെ ഒരു CNG വേർഷൻ വരുന്നുണ്ട്. അത് നമ്മൾ ഓട്ടോ എക്സ്പോയിൽ കണ്ടല്ലോ. അപ്പോൾ ഈ ഭാഗത്ത് മുഴുവൻ CNG ടാങ്കാണ്. ഇതിനെവിടെയാണ് ഫ്യൂൾ ടാങ്ക്? ഈ ഫ്യൂൾ ടാങ്ക് എന്ന് പറയുന്നത് ഫ്രണ്ടിലാണ്. ഇവിടെ ആ ഒരു ഫ്യൂൾ ടാങ്ക് കാണാം. ഈ ഫ്യൂൽ ടാങ്കിൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് തുറക്കാം എന്നുള്ളത് മാത്രമല്ല, അതായത് ഈ ഫ്യൂൽ ടാങ്ക് തുറക്കുക എന്നുള്ളത് നമുക്ക് ഈ കീ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഐക്യൂബിൽ ഞാൻ പറഞ്ഞു നമുക്ക് കീ ഇട്ട് വേണം സീറ്റ് പൊക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിനകത്ത് ഫ്യൂവലിൻ്റെ ആ ഒരു ഓപ്പണിംഗ് പോലും ശരിക്കും ഇവിടെയാണ്. കോഫി നമുക്ക് ഈസി ആയിട്ട് ഫ്യൂൽ അടിക്കാം. പിന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഈ ഗ്ലോ ബോക്സിൻ്റെ യൂസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം. ഇപ്പോൾ നമുക്ക് ബാഗൊന്നും എടുക്കണ്ട, ഇവിടെ മൊബൈൽ വെച്ച് ഇതിൽ ചാർജ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതത്ര റെക്കമെൻഡ് ആണെന്ന് എനിക്കറിയില്ല, കാരണം ടെക്നിക്കലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഒരു ബോട്ടിൽ നമുക്കിവിടെ വെക്കാം എന്നുള്ളൊരു വലിയ ഗുണമുണ്ട്. പിന്നെ ഈ സ്റ്റോറേജ് സ്പേസ് തീർത്തും വലുതാണ്. ഇരിക്കാനായിട്ട് നമുക്ക് ഇരിക്കുമ്പോഴേ കാല് വെച്ചിരിക്കാൻ നല്ല സൗകര്യമുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ വലിയ കുട്ടികളെ സ്കൂട്ടറിലോ ബൈക്കിലോ കൊണ്ടുപോകുന്നത് 3 പേരായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ കുഞ്ഞു കുട്ടികൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ 3 പേർക്ക് ഇരുന്ന് പോകാവുന്ന, 3 പേർക്ക് തന്നെ 2 പേർക്കും ഒരു കൊച്ചിനും ഇരുന്ന് പോകാനുള്ള സീറ്റും ഞാൻ ഈ ജൂപ്പിറ്ററിൽ കണ്ടു. അതും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. ജൂപ്പിറ്റർ സ്റ്റാർട്ടായി. സാധാരണ സ്കൂട്ടറുകളും കാറുകളൊക്കെ സ്റ്റാർട്ടാകുമ്പോൾ കേൾക്കുന്ന ചക്ക സൗണ്ടില്ല, അതായത് ആ ഒരു സെൽഫ് മോട്ടർ കയറി പിടിക്കുന്ന സൗണ്ട്, അതിവിടെ കേൾക്കില്ല. ഇത് പുതിയ കാര്യമല്ല. പക്ഷേ ഇതിലുള്ള പുതിയ കാര്യം എന്ന് പറയുന്നത് ആ കാര്യത്തോടു കൂടി കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഏത് കാര്യം? ഓക്കെ, ജൂപ്പിറ്ററിൽ കിക്കർ മാത്രമല്ല ഇല്ലാത്തത്, ഇതിനകത്ത് സെൽഫ് മോട്ടറും ഇല്ല. പിന്നെ ഇതെങ്ങനെയാണ് സ്റ്റാർട്ടാവുന്നത്? നിങ്ങൾക്കറിയാം, കാറിലും ബൈക്കിലും കേൾക്കുന്ന ആ ഒരു സൗണ്ട്, സെൽഫ് മോട്ടർ കയറി പിടിക്കുന്ന സൗണ്ടില്ലേ, ചക്ക സൗണ്ട്, അത് ഈ വണ്ടിക്ക് കേൾക്കില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടർ ജനറേറ്ററാണ്. ആ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കറിയാം വണ്ടിയിൽ എങ്ങനെ കറണ്ട് ആകണം. മുന്നേ അത് ഡൈനാമോ ആയിരുന്നു, സൈക്കിളിലൊക്കെ ഉണ്ടാവും. പിന്നെ അത് ആൾട്ടർനേറ്ററായിട്ട് മാറി. ഇത് ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്ററാണ്. പുതിയ സിസ്റ്റം എന്ന് പറയാം, ആൾട്ടർനേറ്ററിൻ്റെ ഒരു കൂടിയ രൂപം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ വണ്ടിയുടെ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് വണ്ടിക്ക് കറണ്ട് കൊടുക്കാൻ മാത്രമല്ല ശേഷി ഇതിന്. അതായത് ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുത്ത് ഈ ജനറേറ്റർ ഒരു മോട്ടറായിട്ട് പ്രവർത്തിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കും.
സ്റ്റാർട്ടാക്കാൻ മാത്രമല്ല, നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഒരു ഇത്തിരി പവർ കൂടുതൽ വേണം തോന്നുമ്പോൾ ഇത് ഒരു മോട്ടറായിട്ട് പ്രവർത്തിച്ചിട്ട് ഒരു ഇത്തിരി കൂടി ടോർക്ക് 0.6 ന്യൂട്ടൺ മീറ്ററോളം ടോർക്ക് വണ്ടിക്ക് കൊടുക്കും. അപ്പോൾ ഒരു ചെറിയ പുഷ് നമുക്ക് തോന്നും എടുക്കുമ്പോഴും, അല്ലെങ്കിൽ ട്രാഫിക്കിൽ നിന്ന് പോകുമ്പോഴൊക്കെ നമുക്കത് ഗുണം ചെയ്യും. ഈ സംഗതി എന്ന് പറയുന്നത് പുതിയ സിസ്റ്റമാണ് സ്കൂട്ടറിൽ. പക്ഷേ കാറിൽ നമ്മൾ ബ്രസീൽ കണ്ടിട്ടുണ്ട്, പല വണ്ടികളുണ്ട്. മാരുതിയുടെ ആ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം ഇല്ലേ, അതിൻ്റെ സ്കൂട്ടറിലെ രൂപം എന്നൊക്കെ തന്നെ ലളിതമായിട്ട് വിളിക്കാം. പക്ഷേ ലിഥിയം അയൺ ബാറ്ററി പാക്ക് പോലെ വേറെ ബാറ്ററി പാക്കൊന്നുമില്ല. ഇതിനകത്തുള്ള ഒരൊറ്റ ബാറ്ററി പാക്കിൽ നിന്നാണ് ആ ജ്യൂസ് മുഴുവൻ എടുത്തിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ പഴയ ബാറ്ററി എന്ന് പറയുന്നത് സെൽഫ് മോഡിലേക്ക് കറണ്ട് കൊടുത്തിട്ട് പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ കറണ്ട് മുഴുവൻ ഇങ്ങനെ ആസ്വദിച്ച് എടുത്ത് പിന്നീട് ഒരു സ്റ്റാർട്ടാകുന്ന സമയം വരെ അത് സേവ് ചെയ്ത് വയ്ക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ബാറ്ററി കൂടി പണിയെടുക്കുന്നുണ്ട്. അതായത് സ്റ്റാർട്ടാക്കാൻ ബാറ്ററി വേണം, ഓടുമ്പോൾ സപ്പോർട്ട് കൊടുക്കാൻ ബാറ്ററി വേണം, പിന്നെ വെയ്റ്റിൻ്റെ ഒരു കുറവ് കൂടി നമുക്ക് ഈ സ്കൂട്ടറിൽ ആ ഒരു ഗുണം കൊണ്ട് കാണാം. അതുകൊണ്ട് ഒരു സെൽഫ് മോട്ടർ സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു കിക്ക് സ്റ്റാർട്ട് അസംബ്ലിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ അത്രയും വെയിറ്റ് ഇവർ സേവ് ചെയ്തിട്ടുമുണ്ട്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് പല വണ്ടിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അസിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ജൂപ്പിറ്ററിലാണ്. ഐഗോ അസിസ്റ്റാണ്. കൂടാതെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. അപ്പോൾ ടെക്നിക്കലി ഒരു ഇത്തിരി പുതുമകളുള്ള വണ്ടിയാണ് ഈ ഒരു ജൂപ്പിറ്റർ. ഞാൻ ആദ്യം ഉണ്ടാക്കിയ വീഡിയോയിൽ ഹൈബ്രിഡ് സ്കൂട്ടർ എന്ന് പറയുന്നത് സ്മാർട്ട് ഹൈബ്രിഡ് സ്കൂട്ടർ എന്നായിരുന്നോ? ശരി, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഈ സ്കൂട്ടറിൽ ഇരിക്കാൻ നല്ല സുഖമാണ്, ആവശ്യത്തിന് സ്ഥലമുണ്ട്, കാല് വയ്ക്കാൻ സ്ഥലമുണ്ട്, സ്റ്റോറേജ് സ്പേസുകളുണ്ട്, ഇവിടെ പാർക്കിംഗ് ബ്രേക്ക് പോലുള്ള സവിശേഷതകളുണ്ട്, അല്ലെങ്കിൽ വലിയ ഇൻഡിക്കേറ്റർ ബാറാണ്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഹെഡ്ലാമ്പ് ബാറാണ്. ഹെഡ്ലാമ്പ് ബാർ എന്നല്ല പറയാം, ഇൻഡിക്കേറ്റർ DRL ബാറാണ്. ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഈ വൈറ്റിൽ ആ ഒരു സ്പോട്ട് മാത്രം ഓറഞ്ചായി മാറുന്നതൊക്കെ ഭംഗിയുണ്ട്. ഇതിനകത്ത് മ്യൂസിക് എല്ലാം ഇൻബിൽറ്റ് ആണ്. മുന്നിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ബാക്കിൽ ഡ്രം ബ്രേക്കാണ്. ഓക്കെ, കോമ്പി ബ്രേക്ക് എന്ന് വിളിക്കുന്ന ആ ഒരു, പല കമ്പനികളും കോമ്പി ബ്രേക്ക് എന്ന് വിളിക്കുന്ന ആ സങ്കരമായിട്ടുള്ള ബ്രേക്ക് വണ്ടിക്കുണ്ട്. പിന്നെ മെറ്റൽ ബോഡിയാണ്. ഒരുപാട് സവിശേഷതകൾ വേണമെങ്കിൽ വണ്ടിയെക്കുറിച്ച് പറയാം. അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല. ഇതിൻ്റെ എക്സ് കണക്ട് ആപ്പ് എന്ന് പറയുന്നത് കണക്ട് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ജൂപ്പിറ്ററിൽ വന്നപ്പോൾ, അതായത് TVS എൻടോർക്കിൽ ഞാൻ കണ്ടിട്ട് അപ്പോൾ ഈസി ആയിട്ട് കണക്റ്റായി. ഇതിനകത്ത് വന്നപ്പോൾ ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി, പ്രത്യേകിച്ചും ഐഫോണിൽ. പിന്നെ ഈ വണ്ടിയുടെ ആ ഒരു പവർ ഐഗോ ഉണ്ടെന്ന് പറയാം. പക്ഷേ എനിക്കൊരു ഇത്തിരി കൂടി ഒരു അഗ്രസീവായിട്ട് പോയിരുന്നെങ്കിൽ നന്നായി തോന്നി. താങ്ക്സ് ടു ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്. ആ ഒരു സ്കൂട്ടർ ഓടിച്ചിട്ട് നമ്മൾ പെട്രോളിലേക്ക് വരുമ്പോൾ ഒത്തിരി പവർ ഡ്രോപ്പ് തോന്നും, വണ്ടിയുടെ കുറ്റമല്ല. പിന്നെ ഇതിൻ്റെ സർവീസിനെ കുറിച്ച് കുറേ ആളുകൾ പല മെസ്സേജുകൾ എനിക്ക് അയച്ചു. ആ മെസ്സേജുകളൊക്കെ തന്നെയും ഞാനിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു ആദ്യം. പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ TVS ജൂപ്പിറ്ററിൻ്റെ സർവീസ് എങ്ങനെയും താഴെ കമൻറ്റ് ചെയ്യും. അതാണ് കുറച്ചുകൂടി ഈസി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വണ്ടി കയറി ഇരിക്കാൻ പോകണേ. ഇതിൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് ഇടാനായിട്ട് ഈസിയാണെന്നുള്ളത് കൂടി ഒരു കാര്യമായിട്ട് പറയാം. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ സ്റ്റാൻഡ് ഇടാം, ഒരു എഫേർട്ടും ഇല്ല. ഞാൻ ഇത്രയും എഫേർട്ടിലാണ് സെൻറ്റർ സ്റ്റാൻഡിലുള്ള മറ്റൊരു വണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതൊരു ബൈക്കാണ്, സ്കൂട്ടറല്ല. ഓക്കെ, ഈ ജൂപ്പിറ്റർ 110 എന്ന് പറയുന്ന സ്കൂട്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഒരു ജീവിത ശൈലി സ്കൂട്ടർ എന്ന നിലയ്ക്ക്, ഒരു എന്നും കൊണ്ടുനടക്കാൻ ഉതകുന്ന സ്കൂട്ടർ എന്ന നിലയ്ക്ക് ഇതൊരു നല്ല സ്കൂട്ടറാണ്. പിന്നെ മൈലേജ് എനിക്ക് ഇത്രയും ദിവസം ഓടിച്ചിട്ട് 50 കിലോമീറ്ററിൻ്റെ പുറത്ത് മൈലേജ് ഉണ്ട് എന്നാണ് തോന്നിയത്. അതായത് ഫ്രീക്വൻ്റ്ലി ഫ്യൂവൽ ചെയ്യേണ്ട കാര്യമില്ല, ചെറിയ ടാങ്ക് ആണെങ്കിൽ കൂടി. പിന്നിലെ ലൈറ്റ് ബാറും പിയാനോ ബ്ലാക്ക് ഫിനിഷും കാണാൻ ഭംഗിയുണ്ട്. ഗ്രാബ് ഹാൻഡിലും പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ്. പിന്നെ മുന്നേ കൊണ്ടുപോയ ഓടിച്ച ആളുകളുടെ കയ്യിൽ നിന്നായിരിക്കണം ഇവിടെ ഈ ഒരു സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. ഈ ഗ്ലാസ് എന്ന് പറയുന്നത് എപ്പോഴും സ്ക്രാച്ച് പ്രോണാണ്. കാരണം ജൂപ്പിറ്ററിൽ മാത്രമല്ല, ഞാൻ ഹൈ ക്യൂബിൽ കണ്ടിട്ടുണ്ട്. കൂടാതെ ഇതെൻ്റെ പഴയ വിഗോയിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഈ ഡിസൈനൊക്കെ കൊള്ളാം. ഇത് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടണാണ്. ഇതൊക്കെ സോഫ്റ്റ് ആട്ടോ. പിന്നെ ഇവിടെ ഹെഡ്ലാമ്പ് ആ ഒരു ഫ്ലാഷ് ചെയ്യാനുള്ള സ്വിച്ച് കൊടുത്ത് നന്നായി തോന്നി. ഹസാർഡ് ലൈറ്റിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഈ ഇൻഡിക്കേറ്ററിനകത്ത് തന്നെയാണ്. അതായത് ഈ എക്സ്ട്രാ സ്വിച്ചല്ല, ഞെക്കി പിടിച്ചാൽ ആ ഒരു ഹസാർഡ് ലൈറ്റ് കത്തും എന്നുള്ളതാണ്. ഈ ക്ലസ്റ്ററും കളർഫുള്ളാണ്. ജൂപ്പിറ്ററിൻ്റെ അലോയ് വീൽ ഡിസൈൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. ആ ഒരു പെറ്റൽ ഡിസ്ക് എന്ന് പറയുന്നത് ഭംഗിയിട്ട് കാണാനായിട്ട്. ഇത് ടെലസ്കോപ്പിക് ഫോർക്കാണ്, അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഇവിടെ നമുക്ക് ഈ ലെഗ് വെക്കാനായിട്ടേ സ്ഥലമുണ്ട്. എങ്ങനെ വെച്ചാലും എത്ര അടുത്തിരുന്നാലും ഇത് കാല് മുട്ടൊന്നുമില്ല. ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഹുക്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തൂക്കിടാനൊക്കെ പറ്റും. TVS iQube ഓടിച്ചിട്ട് തൊട്ട് പിന്നാലെയാണ് ഞാൻ ജൂപ്പിറ്റർ ഓടിക്കുന്നത്. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഈ വണ്ടിക്ക് വന്നപ്പോൾ ഒബ്വിയസ്ലി ഒരു പെട്രോൾ ഇലക്ട്രിക് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ പറ്റും ആ ഒരു വണ്ടിയിൽ. അതായത് അതൊരിത്തിരി ഫാസ്റ്റാണ്, ഒത്തിരി ക്വിക്കാണ്, ഒന്നുകൂടി നമുക്ക് അജിലിറ്റി കൂടുതലാണ്. പക്ഷേ ഈ സ്കൂട്ടറിന് കുറേ അധികം സാമ്യതകൾ എനിക്ക് തോന്നുന്നു ആ ഒരു മേഖലയിലുണ്ട്. നമ്മൾ കൈ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സെൽഫ് മോട്ടർ ഇല്ലാത്തതുകൊണ്ട് സ്റ്റാർട്ട് ആവുന്നത് വളരെ മൈന്യൂട്ടായിട്ട് അറിയുള്ളൂ. പിന്നെ
ത്രോട്ടിൽ കൊടുത്താൽ അസിസ്റ്റിലുണ്ട്, വണ്ടി കയറി പോകുന്നൊരു ഫീൽ നമുക്ക് കിട്ടി. പിന്നെ റൈഡ് ക്വാളിറ്റി നല്ലതാണ്, സീറ്റിന് വലുപ്പമുള്ളതുകൊണ്ട് സുഖമായിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റും. 3 പേർക്ക് ഞാൻ പറയുമ്പോൾ എപ്പോഴും കണക്കാക്കേണ്ടത് 2 പേരും ഒരു കുട്ടിയാണ്. കാരണം 3 പേർക്ക് ബൈക്കിൽ സ്കൂട്ടറിൽ പോകാൻ പറ്റില്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം സംഗതികൾ വയ്ക്കാം. നമ്മുടെ പണ്ടത്തെ ദിലീപ് ഹാം എന്ന് പറയുന്ന ആൾ ലെജൻഡ് പറയില്ലേ, ആൾ പറയുന്ന പോലെ ഗ്യാസ് കുറ്റൊന്നും കൊള്ളില്ല. എനിക്ക് ഈ കുപ്പിയൊക്കെ ഇമ്പോർട്ടൻ്റ്, കാരണം ഇപ്പോൾ ചൂട് കൂടുതല. സ്കൂട്ടറിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് വെയിലും ചൂടൊക്കെ തന്നെയാണ്. അപ്പോൾ സ്കൂട്ടറിൽ ഒരു കുപ്പി കൂടി വെള്ളം കൂടി കൊണ്ടുവച്ചാൽ നല്ലതായിരുന്നു, എടുക്കാൻ ഈസി ആയിട്ട് വെക്കണം. അതിനുള്ള സ്റ്റോറേജ് സ്പേസ് ഉള്ളത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ നാവിഗേഷൻ കണക്ട് ചെയ്യാൻ നമുക്കിവിടെ ആ ഒരു 10x10 ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ആ ആപ്പ് കണക്റ്റ് ആവുകയാണെങ്കിൽ ശരിക്കും ആപ്പ് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫ്ലാഷ് അടിക്കാൻ എളുപ്പമാണ്, കാരണം ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഞാൻ കയറി പോയിട്ട് പോവാം എന്ന് പറയുന്ന ഒരു കാര്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ പാർക്കിംഗ് ബ്രേക്ക് അധികം വണ്ടികൾ കാണാത്തൊരു കാര്യം ടി വി എസിന് വണ്ടികളുണ്ട്. ഇത് യൂസ് ചെയ്യാൻ നല്ലതാണ്, കാരണം നമുക്ക് ഇവിടെ ഇംഗ്ലീഷിലൊക്കെ നിർത്തുമ്പോൾ ഇപ്പോൾ നമുക്ക് കടയിൽ കയറി നിൽക്കണം, അപ്പോൾ വണ്ടി നിർത്തി കഴിയുമ്പോൾ ഒരു സേഫ്റ്റിക്ക് ഇട്ട് വയ്ക്കാം. മിററുകളൊക്കെ ജൂപ്പിറ്ററിലെ വന്ന പുതിയ മിറർ എന്ന് പറയാൻ പറ്റില്ല, അത് പഴയ വിഗോയിൽ കണ്ട സെയിം മിററാണ്. കാഴ്ചയൊക്കെ തരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സ്വിച്ച് ക്വാളിറ്റി നല്ലതാണ്. ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അസിസ്റ്റ് വർക്ക് ചെയ്യും, അതിൻ്റെ ഒരു കാര്യമൊന്നുമില്ല. പിന്നെ വോയിസ് കമാൻഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ട്, അതൊക്കെ ഓൾറെഡി ഉള്ളതാണ്. എനിക്കിതിൻ്റെ ഈ ഫ്രണ്ടിലെ ട്രാവൽ നന്നായി തോന്നി, ടെലസ്കോപ്പിക്കിൻ്റെ. പിന്നെ ഹാൻഡ്ലിങ് അത്യാവശ്യം നല്ല ഒരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ കുറേ അധികം ഗുണങ്ങളുണ്ട് ഈ ഒരു വണ്ടിക്ക്, ജൂപ്പിറ്റർ എന്നുള്ളതാണ്. ഓക്കെ, വാങ്ങുമ്പോൾ ഇതിൻ്റെ ഏത് വേരിയൻറ്റ് വാങ്ങണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റ് വാങ്ങണമെന്നാണ്. അതിനകത്ത് ആ ഒരു കളറ് മാത്രമല്ല, ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് സവിശേഷതകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുത്ത പൈസയ്ക്ക് ഉള്ള മൂല്യമായിട്ട് തോന്നുന്നൊരു സ്കൂട്ടർ കൂടെയാണ് ജൂപ്പിറ്റർ എന്നുള്ളതാണ്. ഒറ്റ വാക്കേ ഉള്ളൂ, എനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ സ്കൂട്ടർ വാങ്ങണം എന്നുള്ള ത്വര മനസ്സിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൺസിഡറേഷനിൽ ആദ്യത്തെ ലിസ്റ്റിൽ ഒന്നായിട്ട് ജൂപ്പിറ്റർ ഉണ്ടാവും. ഈ ജൂപ്പിറ്ററിൻ്റെ 113cc ഉള്ള 110 ഉണ്ടാവും. അപ്പോൾ സൂര്യൻ മറ നീക്കി പുറത്ത് വന്നു, നേരം വെളുത്തു, കിളികളുടെ കളകളാരവം നിലയ്ക്കാൻ തുടങ്ങി. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.